Hi friends, welcome to Flipbook Creations. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലിപ്ബുക്ക് ആണ്. അപ്പോൾ ഫ്ലിപ്ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്കൊക്കെ അറിയായിരിക്കും എന്താണ് ഫ്ലിപ്ബുക്ക് എന്ന്, ചിലർക്ക് അറിയില്ലായിരിക്കാം. എന്തായാലും ഒരു ഫ്ലിപ്ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കെട്ട് പേപ്പറാണ്. ഇതിൽ ഓരോന്നിലും നമ്മൾ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡ്രോയിങ് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഇങ്ങനെ മറിച്ച് വിടുമ്പോഴത്തേക്കും നമുക്കതൊരു ആനിമേഷൻ പോലെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ഫ്ലിപ്ബുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫ്ലിപ്ബുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, അതിന് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ ഡ്രോയിങ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും നമ്മൾ കൂടുതൽ താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്ലിപ്ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പേപ്പർ വേണം. ഇതിപ്പോൾ സാധാരണ പേപ്പർ അല്ല, നമ്മുടെ A4 പേപ്പറിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുള്ള പേപ്പറാണ്. എന്നാലും നമ്മുടെ വിസിറ്റിംഗ് കാർഡ് അത്ര കട്ടിയില്ല താനും, അതിൻ്റെ ഒരു ഇടയ്ക്കുള്ളൊരു പേപ്പർ. അപ്പോൾ ഈ ബ്രോഷറൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രസ്സിൽ നിന്നൊക്കെ ഇതൊക്കെ മേടിക്കാൻ കിട്ടും. ഇതുപോലത്തെ പേപ്പർ, ഒരു മീഡിയം കട്ടിയുള്ള പേപ്പർ, നമ്മുടെ ബോണ്ട് പേപ്പറിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ലൈറ്റ് ബോക്സ് ആണ്. അപ്പോൾ ലൈറ്റ് ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവർ ഈ ലിങ്കിൽ പോയിട്ട് വീഡിയോ കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത്ര ഉള്ളൊരു കെട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 സെക്കൻഡ് ആനിമേഷന് മാക്സിമം ഉള്ള പേപ്പറാണ്. കാരണം നമ്മൾ ഓരോരോ ഫ്രെയിം വീതം വരച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നമുക്ക് പേപ്പർ തീരുന്നത് അറിയില്ല. അതുപോലെ നമുക്ക് പേപ്പർ ആവശ്യമുണ്ട്. പിന്നെ നന്നായിട്ട് ക്ഷമയും പഠിക്കും. കാരണം നമ്മൾ ഓരോരോ ഫ്രെയിം വീതം ചെറിയ ചേഞ്ചസ് വരുത്തി വരയ്ക്കുമ്പോഴത്തേക്കും ഇച്ചിരി ടൈം എടുക്കും. എങ്കിലും ഇതിൽ നിന്ന് വരുന്ന റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ട് ആയതുകൊണ്ട് അതോർത്ത് നമ്മൾ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഈ പേപ്പറിൽ ഇതുപോലെ സൈഡിൽ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡിൽ 2 ഹോള്. നമുക്കൊന്നിലെ നട്ടും ബോൾട്ടിട്ട് നല്ല ടൈറ്റായിട്ട് മുറുക്കാം, അല്ലെങ്കിൽ പേപ്പർ ക്ലിപ്പൊക്കെ കുത്തി വെക്കാം, അല്ലെങ്കിൽ നൂലും സൂചിയും വെച്ച് ഇത് സാധനം ബൈൻഡ് ചെയ്യുന്ന പോലെ കുത്തിക്കെട്ടാം. അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. നല്ല ഫേം ആയിട്ട് ഈ പേപ്പറിൽ എങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം, അതായത് ഈ പേപ്പറിൻ്റെ ഒരു 1/4 ഭാഗം ഈ ഹോൾ ഇട്ട സൈഡിലോട്ട് വിട്ടിട്ട് ബാക്കി ഭാഗത്ത് വേണം നമ്മൾ ഡ്രോയിങ് ചെയ്യാനായിട്ട്. കാരണം നമ്മളിതിൽ ഇങ്ങനെ പിടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നെട്ട് ബോൾട്ടിട്ട് മുറുക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്ര ഭാഗത്ത് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ വെറുതെ ഡ്രോയിങ് ചെയ്ത് സമയം മെനക്കെടുത്തുണ്ടല്ലോ. ബാക്കി ഒരു 1/4 ഭാഗത്ത് മാത്രം നമ്മൾ ഡ്രോയിങ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഫ്ലിപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും ശരിയാവണമെന്നില്ല, ഇടയ്ക്കൊക്കെ തെറ്റിപ്പോവും, കുറേ പേപ്പറൊക്കെ വേസ്റ്റ് ആവും. എന്തായാലും ഞാനിവിടെ കുറേ പേപ്പറൊക്കെ വേസ്റ്റ് ചെയ്താണ് ഇത്രയൊക്കെ ഒന്ന് ചെയ്തെടുത്തേക്കുന്നത്. എന്തായാലും ക്ഷമ കുറവുള്ളവർ നന്നായിട്ട് ക്ഷമ പഠിക്കും. കാരണം ഇരുന്ന് വരയ്ക്കണമല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ ഇച്ചിരി ദേഷ്യം കുറവുള്ളവരാണ് ചിലപ്പോൾ എല്ലാം വലിച്ചു കീറിട്ട് എണീറ്റ് പോയെന്നൊക്കെ ഇരിക്കും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മളെന്തായാലും വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തായാലും ഇതിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് ഞാനെന്തായാലും ഇതിരുന്ന് ചെയ്ത് തന്നെ തീർത്തു. ഇപ്പോൾ ഒരു 2 എണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടില്ല, കുറേ കംപ്ലീറ്റ് ആകാനുണ്ട്. ബാക്കി കുറേ വരച്ചിട്ട് തെറ്റിപ്പോയിട്ട് അത് കളഞ്ഞാണ്. ഓക്കെ, പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാം. നല്ല പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കിത് പ്രിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ നമ്മൾ സാധാരണ പേപ്പറിൽ ചെയ്യുന്ന പോലെ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കിവിടെ ഡ്രോയിങ്ങിൻ്റെ പെന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് ഫോട്ടോഷോപ്പിൽ വരയ്ക്കാനായിട്ടുള്ള പേനയാണ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പേന. അപ്പോൾ അങ്ങനത്തെ പേനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇച്ചിരി എളുപ്പം ഉണ്ടായിരിക്കും വരയ്ക്കാനായിട്ട്. നമുക്ക് മൗസിലൊക്കെ വരയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള പേപ്പറിൽ തന്നെ പ്രിൻ്റ് എടുക്കണം. അല്ലാണ്ട് ഞാനിവിടെ ചെയ്തേക്കുന്ന പോലെ ചുമ്മാ A4 പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മറിക്കാൻ പറ്റില്ല. ആദ്യം മറിച്ച് വെക്കുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും കുറച്ചാണ് മറിച്ച് കഴിയുമ്പോൾ പേപ്പറിൻ്റെ ഒരു ബലമൊക്കെ പോയിട്ട് ഇത് ശരിയാവില്ല. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഡ്രോയിങ് ആണ്. പക്ഷേ പേപ്പർ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എങ്ങനെയാണ് ഒരെണ്ണം വരച്ചുണ്ടാക്കുന്നത്, അതായത് നമുക്കൊന്ന് വരച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു ചെറിയൊരു ആനിമേഷൻ, ഒത്തിരി ഓവറായിട്ടുള്ള നമ്മൾ ചെയ്യാൻ നോക്കരുത്. കാരണം ഇപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഫോട്ടോഷോപ്പിലായതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ പേപ്പറിലോട്ട് നേരിട്ട് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഇത്രയും ചെറുതായിട്ട് വലിയ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും ചെറിയ ഡ്രോയിങ്ങിൽ നല്ല ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളതായിരിക്കും ചെയ്യുന്നത് നല്ലത്. ഇപ്പോൾ ചെറിയൊരു ബോൾ ഉരുണ്ട് വരുന്നതോ, അല്ലെങ്കിൽ ചെറിയ ഒരു കിളി പറന്നു പോകുന്നതോ, അങ്ങനെയുള്ള ആനിമേഷനൊക്കെയാണ് നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. ഓവറായിട്ടുള്ളത് ചെയ്യാണ്ടിരിക്കുക. കൂടുതൽ ടൈം എടുക്കും, ഭയങ്കര മെനക്കേടാണ്, അവസാനം ഇട്ട് തല്ലി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു പേപ്പർ എടുത്ത് നമ്മുടെ ലൈറ്റ് ബോക്സിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല ഡാർക്ക് കളറുള്ള ഒരു പെൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്ത് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു 1/4 ഭാഗം ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് വേണം വരയ്ക്കാനായിട്ട്. ഇത് ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത്ര ഭാഗം എന്തായാലും കാണാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ഒരു 1/4 ഭാഗത്താണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ബോളിനെയാണ് നമ്മളൊന്ന് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്.
ഒരു ചെറിയൊരു ഡോട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പ്ലെയിൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പർ എടുക്കാം. ഈ പേപ്പർ നമുക്ക് ഇതിൻ്റെ ഹോൾ നോക്കി കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കാം, രണ്ട് പേപ്പറും തമ്മിൽ. അപ്പോൾ നമുക്ക് അടിയിലെ പേപ്പറിലെ പടം നമുക്ക് ഈ രണ്ടാമത്തെ പേപ്പറിലെ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ആദ്യത്തെ പടം വീണ്ടും വരയ്ക്കുകയാണ്. വളരെ ചെറിയ വ്യത്യാസം മാത്രമേ നമ്മൾ വരുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വരച്ചു, ചെറിയ വ്യത്യാസത്തോടു കൂടി. ഇനി നമ്മൾ ഏറ്റവും അടിയിലെ മാറ്റി വെക്കുക, വീണ്ടും അടുത്ത പേപ്പർ എടുക്കുക, അലൈൻ ചെയ്ത് നോക്കി കറക്റ്റായിട്ട് വേണം വെക്കാനായിട്ട്. ചെറിയ വ്യത്യാസത്തോടു കൂടി വീണ്ടും ആ പടം ഒന്നുകൂടെ വരയ്ക്കുക. അപ്പോൾ ഭയങ്കര ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പടമൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ വെറും ചെറിയൊരു ഡോട്ടിനെ ആനിമേറ്റ് ചെയ്ത് കുറച്ച് ഫ്രെയിമുകൾ ഇവിടെ വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കിനി വരച്ച് ചെറുതായിട്ടൊന്ന് മറിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആനിമേഷൻ വരുന്നതെന്ന്. ഇപ്പം നമ്മളിത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേനും എന്തായി ബോൾ ഇങ്ങനെ ആനിമേറ്റ് ചെയ്ത് ഇങ്ങനെ ചാടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ ഞാനിവിടെ ഇത്രയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തോരം പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. മറിക്കാൻ പറ്റുന്നത്ര തന്നെ നമുക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ആനിമേഷൻ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇതുപോലെ തന്നെ വേറെ കുറേ ആനിമേഷൻസും ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കാക്ടസിൻ്റെ ഫ്ലിപ്പ് ബുക്കാണ് മറിച്ച് നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല, ചെറിയൊരു ആനിമേഷൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇത്ര നമുക്കൊന്ന് മറിച്ച് നോക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ മറ്റൊരു ആനിമേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന ഒരു കൊച്ചിൻ്റെ ഒരു കഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് മറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്ലിപ്പ് ബുക്കിൽ ആനിമേഷൻ വരയ്ക്കുന്നതെന്ന് കണ്ടു. ഒരെണ്ണം വരച്ച് നോക്കി, ചെറിയൊരു ആനിമേഷൻ ബോൾ ചാടി വരുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തു. നമ്മൾ ഇതിൽ കൂടുതൽ ഫ്രെയിം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആനിമേഷൻ്റെ ഫ്ലോ നല്ല സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് 2 ഫ്രെയിം വീതം, അതായത് സെയിം ടൈപ്പ് ഡ്രോയിങ്ങിൻ്റെ 2 ഫ്രെയിം വീതം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ സെയിം ആയിട്ട് തന്നെ ഇരിക്കും, കുറച്ചും കൂടെ ഫ്ലോ നല്ല സ്മൂത്ത് ആയിരിക്കും മാത്രം. ഓക്കെ, അപ്പോൾ 2 ഫ്രെയിമിനെ ചെയ്യാം, ഒറ്റ ഫ്രെയിമിന് ചെയ്യാം. ഒറ്റ ഫ്രെയിമിന് പറയുമ്പോഴത്തേനും ഓരോ ഫ്രെയിമിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ അങ്ങനത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. 2 ഫ്രെയിമിൻ്റെയും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ഇരട്ടി പടം വരയ്ക്കണമെന്ന് മാത്രം കൂടുതൽ ഫ്ലോ കിട്ടും അതിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നല്ലൊരു ഫ്ലിപ്പ് ബുക്ക് വരച്ചുണ്ടാക്കി. അത്യാവശ്യം നല്ല ഫ്ലിപ്പ് ബുക്ക് തന്നെയായിരുന്നു. നല്ല പടം ഉള്ളത് ഇച്ചിരി പേപ്പർ ഉള്ളതിലാണ്ടായി പോയി. ഇത് കൈകൊണ്ട് വരച്ച് നന്നായിട്ട് വന്നു, നന്നായിട്ട് വർക്കും ചെയ്തു. ഓക്കെ, അപ്പോൾ ക്ഷമയുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനിപ്പോൾ ഒരു 1-2 ദിവസമൊക്കെ എടുത്താൽ ഇത് വരച്ചെടുത്ത്, അത്ര ദിവസമൊക്കെ എടുക്കും വരയ്ക്കുമ്പോഴത്തേക്കും. എന്തായാലും ഒരു ദിവസം തന്നെ ഇത് മുഴുവൻ കുത്തിയിരുന്ന് വരയ്ക്കണമെങ്കിൽ നിസ്സാര ക്ഷമയൊന്നും പോരാ. ചിലപ്പോൾ ക്ഷമയ്ക്ക് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആൾക്കാരാണ് ചിലപ്പോൾ വരയ്ക്കാൻ പറ്റുമായിരിക്കും, മേ ബി. അപ്പോൾ എന്തായാലും വരയ്ക്കാൻ താല്പര്യമുള്ളതും അതുപോലെ തന്നെ നല്ല ക്ഷമയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് വീണ്ടും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.